സഹോദരങ്ങളായ സന്ദീപും സുജിത്തും ചേർന്ന് രചനയും സംവിധാനവും നിർവഹിച്ച് കിരൺ അബ്ബാവരം, നയൻ സരിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്ന ചിത്രമാണ് കാ. ചിത്രത്തിന്റെ പേര് തന്നെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് തന്നെ പറയാം. ചിത്രത്തിന്റെ പോസിറ്റീവുകളിലേക്ക് വന്നാൽ ഒന്നാമത്തേത് ചിത്രത്തിന്റെ കഥയാണ്. ട്രെയിലറിൽ കണ്ടതുപോലെ 3 മണിയാകുമ്പോൾ ഇരുട്ടാകുന്ന ഒരു ഗ്രാമം, അവിടെ നടക്കുന്ന നിഗൂഢതകൾ, അതെല്ലാം ഒന്നൊന്നായി ചുരുളഴിയുന്നു. ചിത്രം കൈകാര്യം ചെയ്യുന്ന വിഷയം ഒത്തിരിയേറെ സിനിമകളിൽ പരാമർശിച്ച ഒന്നാണെങ്കിലും അതിനപ്പുറത്തേക്ക് ചിത്രം കുറച്ചുകൂടി നീളുന്നുണ്ട്. അവിടെയാണ് ചിത്രത്തിന്റെ മെയിൻ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ പോസിറ്റീവ് ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതമാണ്. പാട്ടുകളല്ല പറഞ്ഞു വരുന്നത്, സാംസിയസ് ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായിട്ട് തന്നെ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. അടുത്തത് ചിത്രത്തിന്റെ ആർട്ട് വർക്കാണ്. 70കളുടെ കാലഘട്ടങ്ങൾ അവർ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ കാലഘട്ടം ഒപ്പിയെടുക്കുന്നതിൽ അദ്ദേഹവും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ചിത്രത്തിന്റെ നെഗറ്റീവുകളിലേക്ക് വന്നാൽ ഒന്നാമത്തേത് മലയാളം ഡബ്ബിംഗ് ആണ്. കളിയാക്കി പറയാറുള്ള കൈരളി ചാനലിന്റെ ഡബ്ബിങ്ങിനെ തോൽപ്പിക്കും വിധം അവരത് ചെയ്തിട്ടുണ്ട്. ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും വരുമ്പോൾ ഇതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ഡബ്ബിംഗ് ആയിരുന്നു. ചിത്രത്തിലെ ഗാനങ്ങൾ മലയാള ഡബ്ബിങ്ങിൽ വന്നത് പറയാത്തതാവും ശരി. രണ്ടാമത്തെ നെഗറ്റീവ് റെഡ്ഡിങ് കിങ്സിലെയാണ്. ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ എന്റെ വണ്ടി എന്നെ മോന്ത പിടിച്ചു എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. നല്ല അസ്സലായിട്ട് വെറുപ്പിച്ച് കയ്യിൽ ചെന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നെൽസൺ മാത്രമേ അദ്ദേഹത്തെ ഒന്ന് മര്യാദയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അതൊരു വല്ലാത്ത നെഗറ്റീവ് തന്നെയായിപ്പോയി. തെലുങ്കിൽ വൻ വിജയമായ ചിത്രം ഇവിടെ കാണാൻ ആരുമില്ല എന്ന അവസ്ഥയാണ്. കാണാൻ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഷോകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ തിയേറ്ററുകളിൽ വളരെ ചുരുങ്ങിയ ഷോകൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ചിത്രത്തിന്റെ OTT റിലീസിന് ശേഷം ചിത്രം വാനോളം പുകഴ്ത്തപ്പെടാനും സാധ്യതകൾ ഏറെയാണ്. ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ നമ്മൾ അറിയും എന്താണ് കായെന്ന്. ഒരു തെലുങ്ക് പടത്തിന്റെ എല്ലാ ചേരുവകളും ചേർത്ത് തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഫൈറ്റും റൊമാൻസും അങ്ങനെ ചേരുവകളെല്ലാം തന്നെയുണ്ട് ചിത്രത്തിൽ. അതോടൊപ്പം കാ 2 വരുന്നുണ്ട് എന്ന് എൻ ക്രെഡിറ്റ് സീനിൽ പറയുന്നുണ്ട്. ഡബ്ബിങ്ങിലാണ് സിനിമ വല്ലാണ്ട് തളർന്നു പോയത് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും തിയേറ്ററിൽ ആസ്വദിക്കാനുള്ള ബാക്കിയൊക്കെ ചിത്രത്തിലുണ്ട്. ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക.